ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. മിൽമയുടെ മലബാർ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1982 അല്ലേ മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചത് 1982 മിൽമയുടെ 3 മേഖലാ യൂണിയനുകളിൽ ഒന്നായ മലബാർ മേഖലാ യൂണിയൻ 1982 രൂപീകരിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏത് സഹകരണ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്? മിൽമ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏത് സഹകരണ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന സഹകരണ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. ദേശീയ തലത്തില് ക്ഷീരവികസനത്തിനായി ആരംഭിച്ച ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ ഭാഗമായി മിൽമ നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്ന പ്രദേശം ഏതാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്ന പ്രദേശം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്ന പ്രദേശം ഏതാണ്? പാലക്കാട് മുതൽ കാസർഗോഡ് വരെ. മലബാർ മേഖലാ യൂണിയൻ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ മലബാർ മേഖലാ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ. മിൽമ മലബാർ മേഖലാ യൂണിയന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് തലത്തിലുള്ള സ്ഥാപനമാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് തലത്തിലുള്ള സ്ഥാപനമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. മേഖലാ യൂണിയൻ. അതായത് മിൽമയുടെ ഘടനയില് മേഖലാ യൂണിയൻ ആണ് മലബാർ യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പരമോന്നത സ്ഥാപനം ഏതാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പരമോന്നത സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF ആണ് അല്ലേ. മിൽമയുടെ എല്ലാ മേഖലാ യൂണിയനുകളും KCMMFന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മിൽമ മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പരമോന്നത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ക്ഷീര കർഷകരുടെ സാമ്പത്തിക പുരോഗതി. അതാണ് മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന ലക്ഷ്യം. മിൽമയുടെ മുഖ്യ ലക്ഷ്യം ക്ഷീര കർഷകർക്ക് ന്യായമായ വിലയും ക്ഷേമവും ഉറപ്പാക്കൽ ആണ്. അപ്പോൾ മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? ക്ഷീര കർഷകരുടെ സാമ്പത്തിക പുരോഗതി. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്നത് ഏത് സഹകരണ മാതൃകയിലാണ്? മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്ന ഏത് സഹകരണ മാതൃകയിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ത്രിതല സഹകരണ സംവിധാനം. ത്രിതല സഹകരണ സംവിധാനം. അതായത് മിൽമ പ്രാഥമിക സംഘം, മേഖലാ യൂണിയൻ, സംസ്ഥാന ഫെഡറേഷൻ എന്ന ത്രിതല മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. മിൽമ പ്രാഥമിക സംഘം, മേഖലാ യൂണിയൻ, സംസ്ഥാന ഫെഡറേഷൻ എന്ന ത്രിതല മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരണത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരണത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? മലബാർ മേഖലയിലെ ക്ഷീരവികസനത്തിലെ പിന്നോക്കാവസ്ഥ. അതാണ് മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരണത്തിന്റെ പ്രധാന കാരണം.
അപ്പോൾ മലബാർ മേഖലയിലെ ക്ഷീരമേഖല ശക്തിപ്പെടുത്താനാണ് പ്രത്യേക യൂണിയനൊക്കെ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രധാനമായും ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രധാനമായും ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, പാലും പാലുൽപ്പന്നങ്ങളും. അതിലാണ് ഈ മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മിൽമയുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പാൽ ശേഖരണം, സംസ്കരണം, വിപണനം എന്നിവയാണ്. അപ്പൊ അതുപോലെ തന്നെ മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രധാനമായും പാലും പാലുൽപ്പന്നങ്ങളും മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി സി ആണല്ലേ, 1982ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. മലബാർ മേഖലാ യൂണിയൻ 1982ലാണ് രൂപീകരിക്കപ്പെട്ടതും പ്രവർത്തനം ആരംഭിച്ചതും. അപ്പോൾ രൂപീകരിക്കപ്പെട്ടത് ചോദിച്ചാലും 1982ലാണ്, പ്രവർത്തനം ആരംഭിച്ചു ചോദിച്ചാലും 1982ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന ജില്ലകളുടെ എണ്ണം എത്ര? മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 6 ആണല്ലേ. ഏതൊക്കെയാണ്? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ആകെ എത്രയാണ്? 6 ജില്ലകൾ അല്ലേ, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമയുടെ ബ്രാൻഡ് നാമം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എന്താണ്? മിൽമയുടെ ബ്രാൻഡ് നാമം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എന്താണ്? മിൽമ. KCMMF വിപണനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നാമം എന്താണ്? മിൽമ ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയന്റെ നിയന്ത്രണം ഏത് നിയമപ്രകാരമാണ്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ നിയന്ത്രണം ഏത് നിയമപ്രകാരമാണ്? ഏത് നിയമപ്രകാരമാണ്? കേരള സഹകരണ സംഘം നിയമം അല്ലെ, കേരള സഹകരണ സംഘം നിയമം. മിൽമ ഒരു സഹകരണ സ്ഥാപനമാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹകരണ സ്ഥാപനമായതിനാൽ കേരള സഹകരണ സംഘം നിയമപ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? പഞ്ചസാര ഉൽപാദനം അല്ലെ. മിൽമ പാലും പാലുൽപ്പന്നങ്ങളും മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പഞ്ചസാര ഉൽപ്പന്നം അതിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്നത് ഏത് മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്നത് ഏത് മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സഹകരണ സംരംഭം. അതായത് മിൽമ ഒരു സഹകരണ സംരംഭമാണ്, അത് കർഷകരാണ് അതിന്റെ ഉടമകള്. അപ്പോൾ മിൽമ മലബാർ മേഖലാ യൂണിയൻ പ്രവർത്തിക്കുന്ന ഏത് മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്? സഹകരണ സംരംഭം എന്ന മാതൃകയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പ്രാഥമിക ഘടകം ഏതാണ്? മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പ്രാഥമിക ഘടകം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പാൽ സഹകരണ സംഘം. മിൽമയുടെ അടിത്തറ എന്ന് പറയുന്നത് പ്രാഥമിക പാൽ സഹകരണ സംഘങ്ങളാണ്. അപ്പോൾ മലബാർ മേഖലാ യൂണിയൻ ഉൾപ്പെടുന്ന പ്രാഥമിക ഘടകം ഏതാണ്? പാൽ സഹകരണ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരണത്തിന് പ്രചോദനമായ ദേശീയ സ്ഥാപനം ഏത്? എല്ലാവർക്കും അറിയാമെന്നല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഉണ്ടായിരുന്നു ഈ ചോദ്യം അല്ലേ. മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരണത്തിന് പ്രചോദനമായ ദേശീയ സ്ഥാപനം ഏതാണ്? NDDB ആണല്ലേ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. NDDB ആണല്ലേ, ഓപ്പറേഷൻ ഫ്ലഡ് വഴി മിൽമയ്ക്ക് പ്രചോദനമായത്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ മേഖലാ യൂണിയൻ വഴി കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യം ഏത്? മലബാർ മേഖലാ യൂണിയൻ വഴി കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ബി ആണല്ലേ, ന്യായവിലയ്ക്ക് പാൽ വാങ്ങൽ. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയാണ് മിൽമയുടെ പ്രധാന ലക്ഷ്യം. മലബാർ മേഖലാ യൂണിയൻ വഴി കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യം ഏതാണ്? ന്യായവിലയ്ക്ക് പാൽ വാങ്ങല്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് തലത്തിലുള്ള സഹകരണ സംവിധാനത്തിന്റെ ഭാഗമാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ ഏത് തലത്തിലുള്ള സഹകരണ സംവിധാനത്തിന്റെ ഭാഗമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ത്രിതല സംവിധാനത്തിന്റെ ത്രിതലത്തിലുള്ള സഹകരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മിൽമ 3 ടയർ കോപ്പറേറ്റീവ് സിസ്റ്റം ആണ് പിന്തുടരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തനം മേഖല പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തന മേഖല പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കൃഷി ക്ഷീരമേഖല. മിൽമ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ഷീരമേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മിൽമ മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തന മേഖല പ്രധാനമായും കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ആർക്കാണ്? മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ആർക്കാണ്? ക്ഷീര കർഷകർക്കാണ് അല്ലെ. മിൽമയുടെ മുഴുവൻ സംവിധാനവും കർഷക കേന്ദ്രീതമാണ്. അപ്പോൾ മിൽമ മലബാർ മേഖലാ യൂണിയൻ രൂപീകരിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ക്ഷീര കർഷകർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ മേഖലാ യൂണിയന്റെ രൂപീകരണം കേരളത്തിലെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. മലബാർ മേഖലാ യൂണിയന്റെ രൂപീകരണം കേരളത്തിലെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ശ്വേത വിപ്ലവമാണ് അല്ലെ. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വൈറ്റ് റവല്യൂഷൻ, അതായത് ശ്വേത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ മലബാർ മേഖലാ യൂണിയന്റെ അടിസ്ഥാന തത്വം ഏത്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ അടിസ്ഥാന തത്വം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സഹകരണവും സേവനവും. സഹകരണ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളാണ് മിൽമ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ മിൽമ മലബാർ മേഖലാ യൂണിയന്റെ അടിസ്ഥാന തത്വം സഹകരണവും സേവനവുമാണ്. മിൽമ മലബാർ മേഖലാ യൂണിയന്റെ രൂപീകരണം ഏത് സംസ്ഥാന ഫെഡറേഷന്റെ കീഴിലാണ്? മിൽമ മലബാർ മേഖലാ യൂണിയന്റെ രൂപീകരണം ഏത് സംസ്ഥാന ഫെഡറേഷന് കീഴിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, KCMMF-ന്റെ കീഴിലാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF ആണ് മിൽമയുടെ സംസ്ഥാനതല ഫെഡറേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.